ഹലോ ഗൈസ്, വെൽക്കം ടു ഒരു മല്ലു ആർക്കിടെക്റ്റ് വ്ളോഗ്സ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ക്യോട്ടോയിലേക്ക് പോവാണ്. സോ നമ്മൾ ഇന്ന് ക്യോട്ടോയിലേക്ക് ട്രാവൽ ചെയ്യാൻ പോവാണ്. നമുക്ക് ഇനി മെട്രോ സ്റ്റേഷനിൽ ചെന്നിട്ട് ഇന്നലെ നമ്മൾ നൈറ്റ് തിരിച്ച് വന്ന അതേ മെട്രോ സ്റ്റേഷൻ, അതായത് നിപ്പോൺബാഷി മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ക്യോട്ടോയിലോട്ട് പോകേണ്ടതെന്ന് നോക്കാം. അപ്പം ക്യോട്ടോ എന്ന് പറയുന്നത് ഭയങ്കര ട്രഡീഷണൽ ജാപ്പനീസ് ഹൗസസും അതേപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ലവോൺ ഇൻ ജിയോൺ ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിലാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്തു. ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ബബ്ബു സ്റ്റിൽ റെസ്റ്റിംഗ് ആണ്. നമ്മൾ കുറച്ച് ഫ്രഷായി. നമ്മളിന്ന് രാവിലെ തൊട്ട് കുറേ ട്രെയിൻ മാറി മാറി കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ ക്യോട്ടോയിലുള്ള 100 ഇയർ ഓൾഡ് ആയിട്ടുള്ള സ്റ്റാർബക്സിലോട്ടാണ് പോകുന്നത്. സ്റ്റാർ ഫിഷ് പോലെയുണ്ട് ബബ്ബുവിനെ കാണാൻ. ഈ ഒരു ടെമ്പിൾ പഗോഡയുടെ അകത്തൂടെയാണ് നമ്മൾ. ഇവിടുത്തെ ചെടികളും ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗി. ഒന്നും പറയാനില്ല, ഭയങ്കര ഭംഗി. നല്ല രസമുണ്ട് ഗൈസ്. ഇതാണ് ആ 100 ഇയർ ഓൾഡ് ആയിട്ടുള്ള സ്റ്റാർബക്സ്. സീറ്റ് ഉണ്ടോന്ന് ഉറപ്പില്ല. അതെ, സ്റ്റെയർസ് കയറാണ്. അപ്പൊ നമ്മളങ്ങനെ സ്റ്റാർബക്സ് നല്ല വാങ്ങിച്ചു കഴിഞ്ഞു. ഇത് ഹോട്ട് ലാറ്റെ, ഇത് ക്യാപ്പുച്ചീനോ ആണ്. ഇത് വാനില ഫ്രാപ്പുച്ചീനോ ആണ് ഞാൻ പറഞ്ഞ. പിന്നെ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ചിക്കൻ്റെ സാൻഡ്വിച്ച് ഉണ്ട്. ചിക്കൻ സാൻഡ്വിച്ച്, ചിക്കൻ ആൻഡ് ചീസ് ഹോട്ടുള്ള ക്ലബ് സാൻഡ്വിച്ച് ആണ് ഇത്. പക്ഷേ പോർക്കാണെന്ന് തോന്നുന്നു. വേറെ ചിക്കൻ എല്ലാം തീർന്നു. സോ ഗുഡ്. നമ്മൾ സ്റ്റാർബക്സിൽ നിന്ന് കോഫിയും മിൽക്ക് ഷേക്കും ഒക്കെ കുടിച്ചു. ഇനി നമ്മൾ തിരിച്ച് ജിയോൺ ഡിസ്ട്രിക്റ്റിലോട്ട് പോവാണ്. അതാണ് നമ്മുടെ സ്റ്റേയുടെയും ഏറ്റവും അടുത്തുള്ള ഒരു, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ട്രഡീഷണൽ സ്ട്രീറ്റാണ്. പോയി നോക്കാം. അങ്ങനെ നമ്മൾ ജിയോണിലെത്തി. സാക്ക ഷ്രൈൻ എന്നാണ് ഇതിന് പറയുന്നത്. ഫുൾ സ്ട്രീറ്റ് ഫുഡും അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഇതാണ് ക്രാബ് സ്റ്റിക്കാണിത്. എന്താണോ എന്തോ ഐഡിയ ഇല്ല. ഈ ജെറീനാണോ എന്തോ ഫുഡാക്കിയത്. വീഗനാണ്. നമ്മൾ പൊട്ടറ്റോ സ്റ്റിക്കും വാങ്ങിച്ചു. നല്ല ഭംഗിയുണ്ട് ഗൈസ് ഇവിടെ ഇത് കാണാനായിട്ട്. ഷോ നടക്കാൻ പോവാണ്. മറ്റേ ചൈനീസ് ഡ്രാഗൺ ഇല്ലേ, അതുപോലത്തെ ഒരു ഷോ എന്തോ നടക്കാൻ പോവാ. ബബ്ബാ കാണാം. യെസ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ഷ്രൈനിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ്. റൂമിൽ വന്നു, കുളിച്ചു, ഫ്രഷായി നമ്മൾ കിടക്കാനായിട്ട് പോവുകയാണ്. കാരണം നാളെ രാവിലെ നമുക്ക് 9 മണിയാകുമ്പോഴത്തേക്കും ഒരു ഗൈഡ് ടൂറുണ്ട് അരഷിയാമ ഏരിയയിൽ. അപ്പം ഞാനിവിടുത്തെ ഒരു ഡ്രഗ് സ്റ്റോർ, അതായത് ഇവിടുത്തെ ഫാർമസിയാണ്. പക്ഷെ അവിടെ ആക്ച്വലി നമ്മുടെ നാട്ടിലത്തെ ഫാർമസി പോലെ അല്ല, ഭയങ്കര എല്ലാ കോസ്മെറ്റിക് ഐറ്റംസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്.
ഞാൻ അവിടെ നിന്നൊരു ഫീറ്റ് ഷീറ്റ് വാങ്ങിച്ചു. ഇതെന്ന് വെച്ചാൽ ഫീറ്റ് പ്ലാസ്റ്റർ പോലെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാതെ എൻ്റെ കാലിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് നോക്കാം. ആക്ച്വലി നമുക്ക് എവിടെയാണോ ഏറ്റവും പെയിൻ ഉള്ളത് ആ ഭാഗത്തായിട്ട്, എനിക്ക് ഈ ഒരു ഭാഗത്താണ് പെയിനുള്ള. അപ്പം ഞാൻ അവിടെ ഇത് സ്റ്റിക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ഐ കൂളിംഗ് മാസ്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ആക്ച്വലി 10 മിനിറ്റ്സ് മാത്രം കണ്ണിലിങ്ങനെ വെച്ചിരുന്നാൽ മതി. ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. ഇത് ട്രൈ ചെയ്ത് നോക്കാം. അത് റിമൂവ് ചെയ്യാൻ പോവാ. ഇത് ഭയങ്കര കൂളിംഗ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ വെക്കുമ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു ഈ ജെല്ല്. ഇപ്പം തൊടുമ്പോൾ ഭയങ്കര ചൂട്. അതായത് എൻ്റെ കണ്ണിൻ്റെ എല്ലാ ഹീറ്റും അബ്സോർബ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ആക്ച്വലി കണ്ണി വിക്സ് വെച്ചൊരു ഫീലിംഗ് ആണ് ഇത് ഇടുമ്പോൾ. ഇങ്ങനെ പുകയുന്നൊരിതുണ്ട്. നമ്മളിന്ന് രാവിലെ തന്നെ നമ്മുടെ ടൂർ ബസ്സിൽ കയറി. ആൻഡ് നമ്മൾ വന്നിരിക്കുന്നത് നിജോ കാസിലാണ്. അതാണ് വന്ന വഴിയിൽ ഞാൻ കാണിച്ചു തന്ന ഒരു സെൻറ്റർ ഏരിയയിൽ ഉള്ളൊരു കാസിലാണ്, ഒരു പാലസാണ്. ഇവിടുത്തെ കിങ്ങിൻ്റെ ആയിരുന്നു. ആൻഡ് ഈ ഒരു കാസിന് ചുറ്റുമാണ് ഈ സെറ്റ് മൊത്തം ഉള്ളത്. നമുക്ക് കാണാം. അങ്ങനെ പാലസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അകത്ത് നമുക്ക് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. സോ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മളങ്ങനെ കാസിൽ കണ്ടു കഴിഞ്ഞു. ഇനി നിജോ ഗാർഡനിലേക്ക് വരികയാണ്. ഗാർഡൻ ഒരു ലോൺ ഏരിയ പോലത്തെ ഒരു സ്ഥലമാണ് നിജോ ഗാർഡൻ എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഇതിൻ്റെ അകത്തും റൂംസ് മാത്രമേ കാണാനുള്ളൂ ഈ ഒരു കാസിലിൻ്റെ. അല്ലാണ്ട് വലുതായിട്ടൊന്നും ഇല്ല ഫേർണിച്ചറോ. കാരണം ഇപ്പോൾ ആരും അങ്ങനെ നിൽക്കുന്നവരോ റിയൽ കാസിലല്ല. പണ്ടത്തെ ഷോഗൻസ് എന്ന് പറഞ്ഞിട്ട്, ഷോഗൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ വാരിയേഴ്സോ അങ്ങനത്തെ എന്തോ ലീഡർ ലെവലിലുള്ള എംപറർ ലെവലിലുള്ള ആളാണ്. പുള്ളിയുടെ ഒരു ഗസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ റെസ്റ്റ് ഹൗസ് പോലെയാണ് നമ്മൾ കണ്ടത്. On the top there is a golden phoenix. So there is another phoenix in Byodo in Wuji. Have you ever been to Wuji before? അരശ്യാമയിലെത്തി. ആൻഡ് ഇതാണ് സ്ഥലം. നമ്മളിപ്പോൾ ബാംബു ഫോറസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണെന്നാണ് കേട്ടുള്ളത്. ഇവിടെ തന്നെ നല്ല രസമുണ്ട് ആക്ച്വലി കാണാൻ. വലിയ പട്ടിക്കുട്ടി ഇവിടുത്തെ ഫേമസ്. ഇതാണ് നമ്മൾ ബാംബു ഫോറസ്റ്റിലോട്ട് പോകുന്ന വഴി. ഗൗരി ദ ബബുവിനെ പിടിച്ചേക്കാണ്. അപ്പോൾ കുറച്ചു നേരം ഞാൻ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നു. നമ്മൾ അടുത്തോട്ട് എത്താറായി. ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ ഗൗരി, അങ്ങോട്ട് നോക്കുമ്പോൾ. തൊട്ടടുത്ത് തന്നെ കുറേ സൊവനിയേഴ്സ് ഒക്കെ ഉണ്ട്. ഈ ഫ്ലവർ ഇവിടെ നല്ല ഭംഗിയുള്ള. ഇന്നലെ നമ്മൾ ഇതുപോലത്തെ എൻ്റെ പിങ്ക് എന്തോ കണ്ടായിരുന്നു, അറിയില്ല നമുക്ക്. വലിയ ബാംബു ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇതിനു വേണ്ടിയായിരുന്നു മച്ചാ വെയിറ്റഡ് അല്ലേ. ജപ്പാൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്ന ഫസ്റ്റ് ഇമേജ് ഈ ബാംബു ഫോറസ്റ്റും പിന്നെ മറ്റേ ഡോറി ടോറി ഗേറ്റ്സ് ഇതൊക്കെ ആയിരുന്നു കാണുന്നത്. വേറൊരു ഫീൽ. പക്ഷെ നല്ല തിരക്കാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാമെന്നൊന്നും വിചാരിക്കുന്ന നടക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം.
ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇതിങ്ങനെ പറക്കും. അതാണ് ഈ ബാംബു. എന്താ ഇത്, ബേർഡാണോ അതോ മറ്റേ ഫ്ലൈ പോലത്തെ അല്ലേ? ഡ്രാഗൺ ഫ്ലൈ. ബബ്ബു ആണെന്നോ. എങ്ങനെയുണ്ട് ചേച്ചി? ഇത് ഫുള്ള് ഈ ഫോറസ്റ്റ് തന്നെ, ഫുൾ ലെങ്ത് ഈ ഫോറസ്റ്റ് തന്നെ. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ, വേറെ തന്നെ ഒരു വൈബ്. ഒരു റൈസ് ഡംപ്ലിങ്സും ഇവിടുത്തെ മോസ്റ്റ് സെല്ലിംഗ് എന്താ പറയുക, അത് പിന്നെ പീച്ചിന്റെ സോഡയും മേടിച്ചു. റൈസ് റൈസ് ഡംപ്ലിംഗ് റിവ്യൂ നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട് ബബ്ബ? കൊള്ളാമോ? ആ, ഇഷ്ടപ്പെട്ടു. ഇവൻ ജാപ്പനീസ് കൊച്ചായിട്ട് ഉണ്ടായിരുന്നു. ഇവൻ ഇവിടുത്തെ എല്ലാ ഫുഡും ഇഷ്ടമാണ് ഗൈസ്. കൊള്ളാം, വലിയ കുത്തലില്ല. റൈസാണ് കേട്ടോ, ഭയങ്കര സ്റ്റിക്കിയാണ് മൗത്തിൽ. പക്ഷെ കൊള്ളാം കേട്ടോ, ഇതുവരെ കഴിച്ചതിൽ നല്ലൊരു സ്ട്രീറ്റ് സ്നാക്ക് പോലെ. ഈ ടെറിയാക്കി ചിക്കനും മയണൈസ് ചിക്കനും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞത് സ്മോളാണ്. 2 പറഞ്ഞു, ഒരെണ്ണം ടെറിയാക്കി സോസും ഒരെണ്ണം മയണൈസിലും. ഇതാണ് സ്മോളിൻ്റെ സൈസ്. ഇങ്ങനെ ഒരു ഡെമോ പോലെ വെക്കും കേട്ടോ, നമുക്ക് കിട്ടാൻ പോകുന്ന സാധനത്തിൻ്റെ. അത് വരുമ്പോഴും അതേപോലെ തന്നെ ഇരിക്കും, നല്ല രസമാണ് കാണാൻ. മയോ എങ്ങനെയുണ്ട്? കൊള്ളാം. ഉപ്പിയുടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയാണ് കേട്ടോ. പ്രത്യേകം പറയാനുള്ള ഇവിടുത്തെ ചോക്ലേറ്റ്സ് ഒക്കെ ഭയങ്കര നല്ലതാണ്. നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ ഭയങ്കര നല്ല ക്വാളിറ്റി ആണ്. തെൻryūji Zen ടെമ്പിൾ. ഇത് UN-ൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. നമുക്കിപ്പം ആക്ച്വലി ടൈം റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മൾ ഇവിടെ, അതുകൊണ്ട് നമ്മൾ തിരിച്ച് ബസ്സിലോട്ട് പോവുകയാണ്. നമുക്ക് നടന്ന് ഒരു മതിയായി, അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ് ബസ്സിലോട്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ആണ് ഇതിൻ്റെ സൈഡിലൊക്കെ. റെസ്റ്റോറൻറ്റ്സും ഉണ്ട് കുറേ. ബെസ്റ്റ് ഫാനാണ് ബബ്ബു, നനഞ്ഞുകൊണ്ടിരിക്കുക. ആക്ച്വലി കൊള്ളാം കേട്ടോ. ഇത് പിക്കിൾസ് ആണ് കേട്ടോ, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഓണിയൻ ട്രൈ ചെയ്തു, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ബാംബൂ ഫുഡ് ട്രൈ ചെയ്യണം. കൊള്ളാമോ? ഈ ഒരു ബ്രിഡ്ജിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് 1000 ടോറി ഗേറ്റ്സ് കാണാൻ വേണ്ടിയാണ്. ഒരു ഓറഞ്ച് ഗേറ്റ് ഇങ്ങനെ കാണാറില്ലേ നമ്മൾ ജപ്പാൻ്റെ ആ ഷ്രൈൻ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി, അതിൻ്റെ 1000 ഗേറ്റ്സ് ഉണ്ട് അവിടെ. അപ്പം അതിൽ ഓരോ ഗേറ്റും ഓരോ കമ്പനീസ് ഇങ്ങനെ കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. അതായത് നമ്മളെന്തെങ്കിലും ഡ്രീം ആഗ്രഹിച്ചിട്ട് ഫുൾഫിൽ ആകുമ്പോൾ സ്പോൺസർ ചെയ്യുന്ന പോലെ, നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ ഇങ്ങനെ ഓരോന്നൊക്കെ കൊടുക്കുന്ന പോലെ അതുപോലെയാണ് ഇവിടെ. അപ്പം നമുക്ക് ആ ഗേറ്റ് കാണാം. ഇതാണ് ടോറി ഗേറ്റിൻ്റെ എൻട്രൻസ്. എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോള് പ്യുവറാവും, അതാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഈ ടോറി ഗേറ്റ്സിൻ്റെ അകത്തൂടെ പോയാൽ കയറാൻ പോവാണ്. പോയി.
ടോറി ഗേറ്റ്സിൻ്റെ എൻട്രി. നമ്മുടെ ഗൈഡ് പറഞ്ഞു നമുക്കിത് ഫുള്ളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, 2 hours എടുക്കും. പക്ഷെ ഒരു റൂട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, അതുവഴി പോയി ടോറി ഗേറ്റ്സും കണ്ട് തിരിച്ചു വരാം എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് ടോൾഡ് ദാറ്റ് വെൻ യു വാക്ക് ത്രൂ ദ കൊഗോൺ ഗ്രാസ് റിംഗ്, different diseases you are suffering from, sins that you have done in your will be taken away. We are praying and hoping everyone visiting the shrine. ഇതാണ് കൊക്കോൺ ഗ്രാസ്. ദൈവത്തോട് അവർ അങ്ങനെ ഒരു 1000 ഗേറ്റ്സ് ഇങ്ങനെ നീണ്ടു കിടക്കാണ്. അങ്ങനെ നമ്മൾ ക്യോട്ടോ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ടോക്കിയോയിലോട്ട് പോകാൻ പോവാം. നമ്മൾ അങ്ങനെ ഒരു പാസ്ത ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് മീറ്റ് ഇല്ലാത്ത പാസ്ത ഇവിടെ കിട്ടുന്നു. നമ്മൾ ടോക്കിയോയിലോട്ട് പോവാണ്. നമ്മളിനി ഷിൻകാൻസൻ ബുള്ളറ്റ് ട്രെയിൻസ് എടുത്ത് ടോക്കിയോയിലോട്ട് പോകും. അപ്പം അതിന് മുന്നേ നമ്മൾ സ്റ്റേഷനിൽ കഴിക്കണം. നമ്മുടെ 2 ടൈപ്പ് പാസ്തസ് കിട്ടുന്നില്ല. കൊള്ളാം കേട്ടോ, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബബുനും ഇഷ്ടപ്പെട്ടു ഗൈസ്. കൊള്ളാമോ? അങ്ങനെ നമ്മൾ ടോക്കിയോയിലെത്തി. ആൻഡ് നമ്മളിപ്പം നമ്മുടെ ഹോട്ടലിലൊക്കെ ചെക്ക് ഇൻ ചെയ്തു. എന്നിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അക്കിഹബാര എന്ന് പറയുന്നൊരു ഷോപ്പിംഗ് സ്ട്രീറ്റിലോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സ്റ്റേയിൽ നിന്ന് 4 minutes ഉള്ളൂ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. സോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിലെത്തി. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഒരു ചീസ് നാൻ, ഒരു നോർമൽ നാൻ, പിന്നെ ഒരു ചിക്കൻ ബിരിയാണി, സാഗ് പനീർ എന്ന് പറയുന്നത് പാലക് പനീറാണ്, അത് ഓർഡർ ചെയ്തു. പിന്നെ ബാക്കി ഡ്രിങ്ക്സും ഓർഡർ ചെയ്തു. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. നമ്മുടെ സ്റ്റാർട്ടർ എത്തി. കൊള്ളാം, നല്ലതായിട്ട്. നമ്മൾ നാനും ബിരിയാണി, ചീസ് നാൻ ആൻഡ് നമ്മുടെ പാലക് പനീർ വന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ അഷിഹബാര ഇലക്ട്രിക് ടൗണിലോട്ട് പോവാണ്. യെസ്, നമ്മൾ മെട്രോ എത്തി. നെവർ എൻഡിങ് ഗെയിം സ്റ്റേഷൻസ്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഒരു ആപ്പിൾ സ്റ്റോറും. നമ്മളിപ്പം നിൽക്കുന്നത് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ടോക്കിയോ ടവർ.
നമ്മളങ്ങനെ ടോക്കിയോ ടവറിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട് അല്ലേ? സൂപ്പർ. ഞാൻ ഈ ബ്യൂട്ടിഫുൾ വ്യൂ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടോക്കിയോ ടവറൊക്കെ കണ്ടു. ഇനി നമ്മൾ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. സോ നാളെ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത വ്ളോഗ് വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വ്ളോഗിലൊക്കെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ മിസ്സായി പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ടോക്കിയോ ടവർ വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ഗുഡ് നൈറ്റ്.